സ്വർഗം ആഗ്രഹിക്കുന്ന നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങളുണ്ട്. ഒന്ന് ഇൽമാണ്, 2 അമലാണ്, 3 ദഅവത്താണ്, 4 സ്വബറാണ്. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ നമ്മൾ വിജയിച്ചു. മനസ്സിലായോ? ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു, പരലോകത്ത് നമ്മൾ വിജയിച്ചു. ഈ 4 കാര്യങ്ങൾ പഠിപ്പിക്കുന്ന അധ്യായമാണ് സൂറത്ത് അസ്ർ. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. എത്ര ആയത്തുണ്ട്? 3 ആയത്ത് അല്ലേ? 3 ആയത്തുള്ള ചെറിയ അധ്യായം. 3 അധ്യായമുള്ള വേറെ ഏതൊക്കെ സൂറത്തുണ്ട്? 3 ആയത്തുള്ള കൗസർ, നസർ, അസർ അല്ലേ? അസർ, നസർ, കൗസർ. ചെറിയ അധ്യായങ്ങളിൽപ്പെട്ട ഒരു അധ്യായമാണ് സൂറത്തുൽ അസ്ർ. പക്ഷേ പാരത്രിക ജീവിതത്തിൽ വിജയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു. ഒന്ന് ഇൽമാണ്, അറിവ് നേടലാണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് വരുമ്പോൾ നമുക്കൊന്നും അറിയില്ല. ലാ തഅലമൂന ഷൈഅ. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെയുള്ള കഴിവും ബുദ്ധിയും ഒക്കെ നൽകി നമ്മൾ അനുഗ്രഹിച്ചിട്ടുണ്ട്. അവ നമ്മൾ അറിവ് നേടണം. അറിവ് നേടാനുള്ള സ്രോതസ് ഖുർആനും സുന്നത്തുമാണ്. എന്താണ് നമ്മുടെ സ്രോതസ്? ഖുർആനും സുന്നത്തുമാണ്. ഒന്ന് അല്ലാഹുവിൻ്റെ കലാമാണ്. 2 സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖൗലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫിഅലിഹി വതഖരീരിഹി. പഠിച്ചിട്ടില്ല? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖൗലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫിഅലിഹി വതഖരീരിഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും പ്രവർത്തികളും മൗനാനുവാദങ്ങളും. എന്താ മൗനാനുവാദം എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇരുന്നൊരു കാര്യം ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യണമെന്നോ ചെയ്യണ്ട എന്നോ പറഞ്ഞില്ല. ഉദാഹരണം എന്താ? ഉടുമ്പിൻ്റെ മാംസം സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഇരുന്ന് കഴിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് സുന്നത്തല്ലാതാകോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിച്ചിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇരുന്ന് കഴിച്ച സ്വഹാബത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തില്ല? തടഞ്ഞില്ല, വിലക്കിയില്ല. അതൊരു നിഷിദ്ധമാകുമായിരുന്നുവെങ്കിൽ, ഹറാമാകുമായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്യും? കഴിക്കരുതെന്ന് പറയും അല്ലേ? അങ്ങനെ പറഞ്ഞോ? ഇല്ല. അതാണ് തഖരീർ, മൗനാനുവാദം. ഇതാണ് നമ്മുടെ സ്രോതസ്സുകൾ, ഖുർആനും സുന്നത്തും. മനസ്സിലായോ? അപ്പോൾ ഈ ഖുർആൻ സുന്നത്തും നമ്മൾ പഠിക്കണം. നിങ്ങളത് മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥവും ആശയവും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഫ്രീ ടൈമൊക്കെ ഉണ്ടാവില്ലേ? 7 മണി മുതൽ 12:30 വരെ നിങ്ങൾ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കല്ലേ? സബത്തും മുറാജയും അമുഖയും പിന്നെ പഴയ പാഠവും പുതിയ പാഠമൊക്കെ ആയിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്ന സമയത്ത്, ഫ്രീ കിട്ടാന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? കുറച്ച് സമയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് പഠിച്ച പുതിയ അധ്യായം ഉണ്ടല്ലോ, സബക്കുണ്ടല്ലോ, അതിൻ്റെ തഫ്സീറുകളൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക. തഫ്സീറുകളൊക്കെ കൂടെ ഉണ്ട് അല്ലേ? അത് എടുത്ത് വായിച്ചു നോക്കുക. എന്താണ് അള്ളാഹു പറഞ്ഞത്? അതുമായി ബന്ധപ്പെട്ട ഹദീസുകളും കാര്യങ്ങളും ഒക്കെ തഫ്സീറുകളിൽ ഉണ്ടാവും. അതൊക്കെ പഠിക്കുക. അതിന് ഇൽമു നേടാം. എല്ലാ ഇൽമും നേടിയിട്ട് അമൽ ചെയ്താൽ മതി എന്ന വാദം നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അമലുണ്ടാവുമോ? എല്ലാ ഇൽമും നേടിയിട്ട് അമൽ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അമലുണ്ടാവും? ഇല്ല. ഇൽമ അവസാനിക്കൂല. 60 വയസ്സായിട്ട് പോലും സഹാബികൾ എന്ത് ചെയ്തിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരു വിദ്യാർത്ഥിയെ പോലെ ഇരുന്നിട്ട് പഠിച്ചിട്ടുണ്ട്. അവരെങ്ങനെ പഠിക്കുക? അവർ ശ്രദ്ധിച്ച്, വളരെ ശ്രദ്ധയോടുകൂടി അങ്ങനെ ദീന് പഠിക്കുക. ഞങ്ങളെ ഗുരുനാഥന്മാരൊക്കെ പഠിപ്പിച്ചെന്തെന്നറിയോ? 2 സമയത്ത് ചാരരുതെന്ന. 2 സമയത്ത് എന്ത് ചെയ്യരുത്? ചാരരുത്. ഭക്ഷണം കഴിക്കുമ്പോഴും ചാരരുത്, അതുപോലെ തന്നെ പഠിക്കുമ്പോഴും ചാരരുത്. മനസ്സിലായോ? സ്റ്റഡി വടിയായിട്ട് സഹാബികളെ കുറിച്ച് ഹദീസുകളിൽ കാണാം. ഒരു പക്ഷിക്കുഞ്ഞ് തോളിൽ വന്നിരുന്നാൽ അത് പറന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ നിശ്ചലമായിരിക്കുന്നത് പോലെ എന്നാലത് കിട്ടുള്ളൂ. മനസ്സിലായോ? നമ്മൾ കുറേ പേര് അങ്ങനെ കുറേ പേര് ഡെസ്കുമ്മ കിടന്നും കുറേ പേര് കളിച്ചും ചിരിച്ചൊക്കെ ഇരിക്കുകയാണ്. അത് ആവശ്യമില്ല, അത്രേ ഉള്ളൂ. അങ്ങനെയല്ല. ഇൽമ നേടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കിരിക്കണം. ഷാബികൾ അങ്ങനെ ഇരിക്കുക. നമ്മളിവിടെ ഒരു പച്ച കുതിര പുൽച്ചാടിയൊക്കെ വന്നിരുന്ന് നമ്മളിങ്ങനെ അനങ്ങാതിരിക്കൂലേ? ഒരു പക്ഷി വന്ന് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിനാട്ടി കളയോ? അത് പറന്നു പോകാതിരിക്കാൻ നമ്മൾ അനങ്ങാതിരിക്കും എത്ര സമയമാണെങ്കിലും അല്ലേ? അതുപോലെ ഇൽമ നേടാൻ വേണ്ടി സഹാബികൾ ഇരിക്കുന്ന. ഓക്കെ അല്ലേ? അങ്ങനെ ഇരിക്കണം, എന്നാലേ ഇൽമ കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ഇൽമ നേടി
എല്ലാ ഇൽമും നേടിയിട്ട് അമല് ചെയ്യാൻ പറഞ്ഞാൽ നടക്കോ? ഇല്ല. നേടിയ അമല് നേടിയ ഇൽമനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? അമല് ചെയ്യുക. പക്ഷേ നമ്മൾ ചെയ്യുന്ന അമലിനെ കുറിച്ച് നമുക്ക് എന്തുണ്ടാകണം? ഇൽമുണ്ടാകണം. നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നിസ്കാരത്തെ കുറിച്ച് എന്തുണ്ടാക്കണം? ഇൽമുണ്ടാകണം. സക്കാത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ സക്കാത്തിനെ കുറിച്ച് എന്ത് വേണം? ഇൽമു വേണം. മയ്യത്ത് നിസ്കാരത്തെ കുറിച്ച് ഇൽമുണ്ടാവണം. മനസ്സിലായോ? എല്ലാ ഇൽമും നേടിയിട്ട് അമല് ചെയ്യുക, അത് ശരിയാണോ? അല്ല. ചെയ്യുന്ന അമലിനെ കുറിച്ച് നമുക്ക് എന്തുണ്ടാക്കണം? ഇൽമുണ്ടാകണം. ഫസ്റ്റ് ഇൽമു നേടലാണ്, അറിവ് നേടലാണ്. അതിന് നമ്മൾ സമയം കണ്ടെത്തണം. ചുരുങ്ങിയത് ഒരു ആയത്തോ ഒരു ഹദീസോ നമ്മൾ എന്ത് ചെയ്യണം? അർത്ഥവും ആശയവും ഒക്കെ നമ്മൾ പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് കഴിഞ്ഞാൽ നമ്മൾ നേടിയ ഇൽമ അനുസരിച്ച് നമ്മൾ ജീവിക്കലാണ്. പലപ്പോഴും ആളുകൾക്കൊക്കെ സംഭവിക്കണം എന്തെന്നറിയോ? കുറേ അറിവ് നേടും, പക്ഷേ ഒന്നും എന്തുണ്ടാവില്ല? ജീവിതത്തിലുണ്ടാവില്ല. നോട്ടങ്ങളും കേൾവികളും സംസാരങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നേടിയ ഇൽമിന് വിപരീതമായിരിക്കും. എല്ലാം ഇടപാടുകൾ, സ്വഭാവ പെരുമാറ്റങ്ങൾ. മനസ്സിലായോ? അങ്ങനെ ആവരുത്. മാതാപിതാക്കളോട് മാന്യമായി പെരുമാറണം എന്ന് പറഞ്ഞാൽ മാന്യമായി പെരുമാറണം. നമ്മൾ നേടിയ ഇൽമാണത്. ആ ഇൽമിനനുസരിച്ച് പ്രവർത്തിക്കണം. അല്ലാഹുവിനെ അനുസരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. അത് പഠിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം. ഓരോ ഇൽമും നേടിയത് എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? എന്താ പറഞ്ഞത്? മൂന്നാമത്തെ സ്റ്റെപ്പ് ഇൽമ, അമൽ, ദഅവത്ത്. മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. ഖുർആൻ സൂറത്ത് യാസീൻ പഠിച്ചിട്ടില്ലേ? ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആസാറഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്നറിയോ? ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ, മരിച്ചവരെ ജീവിപ്പിക്കുന്നത് നാമാണ്. അനക്തുബു മാ ഖദ്ദമു വആസാറഹും, അവർ മുൻകൂട്ടി പ്രവർത്തിച്ചത്, അതായത് അവർ മരണപ്പെടുന്നത്, മനുഷ്യന്മാരെ മരണപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ അല്ലാഹു കൃത്യമായി രേഖപ്പെടുത്തും. നമ്മൾ മരണപ്പെട്ടതിന് ശേഷം നമ്മുടെ പിൽക്കാലക്കാർ ചെയ്യുന്നതും അല്ലാഹു രേഖപ്പെടുത്തും. ഈ ആയത്ത് നമ്മുടെ നാട്ടിൽ ദുർവ്യാഖ്യാനിക്കപ്പെട്ടൊരു ആയത്താണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആയത്തിന് ദുർവ്യാഖ്യാനിക്കും, ഇല്ലാത്ത വിശദീകരണം കൊടുക്കും. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ വീട്ടിലൊക്കെ ചിലവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നാട്ടിലൊക്കെ എന്ത് ചെയ്യും? മയ്യത്തിൻ്റെ സമീപത്തിരുന്ന് ഖുർആൻ ഓതുന്ന ആൾക്കാരുണ്ട് അല്ലേ? കണ്ടിട്ടില്ലേ? മയ്യത്തിൻ്റെ അടുത്തിരുന്ന് ഖുർആൻ ഓതുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അവരെ വിശ്വാസം ആ ഓതിയ ഖുർആന്റെ പ്രതിഫലം ആർക്ക് കിട്ടുന്ന? മയ്യത്തിന് കിട്ടുന്ന. അതുപോലെ തന്നെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുപോകാൻ നേരത്ത് മയ്യത്ത് എടുക്കൂലേ? വീട്ടിൽ നിന്ന് എടുക്കൂലേ? അപ്പോൾ ഖുർആൻ ഓതുന്നവരുണ്ട്. ഖബറിലേക്ക് വെക്കാൻ നേരത്ത് ഖുർആൻ ഓതുന്നവരുണ്ട്. ഖുർആൻ ഓതി ഹദിയ ചെയ്യാന്ന് പറയാം. തെളിവെന്താ? ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആസാറഹും. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മരണത്തിന് മുമ്പ് നാം ചെയ്ത പ്രവർത്തനങ്ങൾ അല്ലാഹു രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാലശേഷം നമ്മുടെ പിൽക്കാലക്കാർ ചെയ്ത കാര്യങ്ങളും അല്ലാഹു രേഖപ്പെടുത്തുന്നുണ്ട്. അഥവാ നമുക്ക് ഖുർആൻ ഓതി ഹദിയ ചെയ്താൽ അതിൻ്റെ കൂലി നമുക്ക് കിട്ടും, മരിച്ചു കഴിഞ്ഞാലും എന്ന വിശ്വാസം. പച്ചക്ക് ദുർവ്യാഖ്യാനിച്ചതാ. അങ്ങനൊരു വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം, സ്വഹാബത്ത് പഠിപ്പിക്കണം. മനസ്സിലായോ? അവർ ചെയ്ത് കാണിച്ചു തരണം. അവരുടെ ജീവിതത്തിൽ ഒന്നുമില്ല, മറിച്ച് അവിടെ എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത്? ഇൽമാണ്. ഇൽമ നേടിയിട്ട് ദഅവത്ത് ചെയ്തു. നമ്മളൊരു ഇൽമ നേടി, നിങ്ങൾ പഠിച്ചു. ആ പഠിച്ചത് നിങ്ങൾ എന്ത് ചെയ്തു? ജീവിതത്തിൽ പകർത്തി. അതിനുശേഷം അത് നിങ്ങളെ കുടുംബത്തിന് പകർന്നു, നാട്ടുകാർക്ക് പകർന്നു, പിന്നെ വേണ്ടപ്പെട്ട കൂട്ടുകാർക്ക് പകർന്നു കൊടുത്തു. അതങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇതിൻ്റെ ശരിയായ വശം ഇങ്ങനെയാണ്. നിങ്ങൾ നന്മ പറഞ്ഞു കൊടുക്കണം. മൂടിവെക്കാൻ പാടില്ല. നമ്മൾ ചെയ്ത ഇൽമും മൂടിവെക്കാൻ പാടില്ല. ഇല്ല, മൂടിവെക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ പകർന്നു കൊടുത്താൽ അതനുസരിച്ച് വേറൊരാൾ ചെയ്യാൻ തയ്യാറായി. മനസ്സിലായോ? നിങ്ങൾ പകർന്നു കൊടുത്ത ഇൽമനുസരിച്ച് ചെയ്യാൻ വേറൊരാൾ തയ്യാറായി. അവൻ ആ നന്മ ചെയ്താൽ അതിൻ്റെ കൂലി അവന് കിട്ടി. അതോടൊപ്പം ഒരു വിഹിതം അക്കൗണ്ടിലേക്ക് ആർക്കും വന്നു? പകർന്നു കൊടുത്ത ആൾക്കും കിട്ടി. മനസ്സിലായോ? മോൻ്റെ പേരെന്താ? മറന്നു. അതിനാൻ ഒരു ഇൽമ കിട്ടി. ആ ഇൽമനുസരിച്ച് അതിനാൻ പ്രവർത്തിച്ചു. ഇൽമ കിട്ടിയപ്പോൾ തന്നെ എന്ത് ചെയ്യരുത്? പറഞ്ഞു കൊടുക്കരുതെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മനസ്സിലായോ? അല്ലെങ്കിൽ എന്താ പ്രശ്നം? യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലാഹു സത്യവിശ്വാസികൾ വിളിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ.
ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്തിനാണ് പറയുന്നത്? പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ പറയുക എന്നുള്ളത് കബുറ മഖ്തൻ ഇൻദല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും കോപമുള്ള കാര്യമാണ്. അല്ലാഹുവിന് ഏറ്റവും കോപമുള്ള കാര്യമാണ്. നമ്മൾ പ്രവർത്തിക്കൂല, നമ്മൾ നന്നാവൂല, എന്നിട്ട് മറ്റുള്ളവനെ നന്നാക്കാം. അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അപ്പം അങ്ങനെ നമ്മൾ അതിനാൻ ഒരു ഇൽമ കിട്ടി, ആ ഇൽമ അനുസരിച്ച് പ്രവർത്തിച്ചു. ആ ഇൽമ എന്ത് ചെയ്തു? മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തു, ഒരാൾക്ക് പകർന്നു കൊടുത്തു, ആളെ അനുസരിച്ച് ജീവിച്ചു. അതിൻ്റെ കൂലി ആൾക്കും കിട്ടി, അത് എൻ്റെ അക്കൗണ്ടിലേക്കും കിട്ടി. ഇനി ശ്രദ്ധിച്ചോട്ടാ, ഇനി ശ്രദ്ധിച്ചോ. അത് ഞാൻ പറഞ്ഞു കൊടുത്ത ആളുണ്ടല്ലോ, ആളത് വേറെ ആൾക്ക് കൈമാറി. അങ്ങനെ മൂന്നാമത്തെ ആൾ പ്രവർത്തിച്ച ആൾക്ക് അതിൻ്റെ കൂലി കിട്ടി. അത് ഞാൻ പറഞ്ഞു കൊടുത്ത ആൾക്കും കൂലി കിട്ടി. ആർക്കും കിട്ടി? അത് ഞാനും കൂലി കിട്ടി. അങ്ങനെ 10, 100, 1000 എത്ര ആവട്ടെ, കൈമാറി പോകുന്നതിനനുസരിച്ച് അതിൻ്റെ തുടക്കക്കാരാരാണോ അതിൻ്റെ പ്രതിഫലം അവന് കിട്ടും, മരിച്ചാലും കിട്ടും. അതാണ് അനക്തുബു മാ ഖദ്ദമു വആസാറ. അല്ലാതെ മരിച്ചോടത്ത് ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ കിട്ടുമെന്നതിൻ്റെ തെളിവല്ല, അത് ഒഴിവാക്കാനാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് വേറെ വിഷയം പറയാം, വേറെ ദിവസം പറയാം, കുറേ പറയാനുണ്ട്. മരിച്ച ഖുർആൻ ഓതിയ കൂലി കിട്ടോ ഇല്ലെന്നുള്ള വേറെ പറയാനുണ്ട്, ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. അല്ലേ? അപ്പം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമല് കുറച്ചുണ്ടാവുള്ളൂ, നമ്മൾ ചെയ്ത അമല് കുറച്ചുണ്ടാവുള്ളൂ. നമ്മളെന്ത് ചെയ്യുക? നമ്മൾ നേടിയ ഇൽമ് ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്താൽ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് മറ്റുള്ളവർ ചെയ്ത ആ ഒരു വിഹിതം നമ്മൾ പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ നമുക്ക് കിട്ടുമെന്ന് പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇൽമു യുൻതഫഉ ബിഹി. ഖബറിലെ നമുക്ക് കിട്ടുന്ന 3 കാര്യങ്ങളെ കുറിച്ച് റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ഇൽമ, ഇതൊന്നാണ് ഇൽമു യുൻതഫഉ ബിഹി, ഉപകാരപ്പെടുന്ന ഇൽമ്. അത് ഇൽമാണ്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം, റബ്ബിസ്ദിനി ഇൽമൻ നാഫിഅ, ഉപകാരപ്പെടുന്ന ഇൽമിനെ നൽകണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ദഅവത്ത് ചെയ്യുക, അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ദഅവത്ത് ചെയ്യുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരും, മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ക്ഷമിക്കുക. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. ആരാ ഉലുൽ അസ്മുകൾ? നൂഹ് നബി, ഇബ്രാഹിം നബി, മൂസാ നബി, ഈസാ നബി, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. ദഅവത്തിൻ്റെ പേരിൽ ദീനിനു വേണ്ടി വരാൻ അനുഭവിച്ച ത്യാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല, അത്രയും ഏറെയാണ്. അവിടെയൊക്കെ ക്ഷമിച്ചു. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, വലാ തകുൻ കസാഹിബിൽ ഹൂത്ത്, മത്സ്യത്തിൻ്റെ ആളെ പോലെ ആകരുത്. ആരാ? യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം കുറച്ചു കാലം എന്ത് ചെയ്തു? ആരും വിശ്വസിക്കാതായി ഇട്ടെറിഞ്ഞു പോയി. ഇട്ടെറിയാൻ പാടുണ്ടോ? ദഅവത്ത് നിർത്താൻ പാടുണ്ടോ? അക്ഷമനാകാൻ പാടുണ്ടോ? ആൾക്കാർ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അക്ഷമനാകാൻ പാടുണ്ടോ? ഇല്ല. വലാ തകുൻ കസാഹിബിൽ ഹൂത്ത്. ആരെ പോലെ ആകണം? ഉലുൽ അസ്മുകളെ പോലെ ആകണം. ഇവനെ ശ്രമിക്കാൻ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? പുറത്തു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം തൗബ ചെയ്തിട്ടുണ്ട്, പശ്ചാത്താപിച്ച് മടങ്ങിയിട്ടുണ്ട്, വീണ്ടും ദഅവത്ത് ആരംഭിച്ചിട്ടുണ്ട്. നാളെ സ്വർഗീയ ലോകത്തുണ്ടാവും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ പാടാകണം, അക്ഷമനാകരുത് ഒരിക്കലും ജീവിതത്തിൽ. അപ്പോൾ 4 കാര്യങ്ങൾ: 1 ഇൽമ്, അമല്, ദഅവത്ത്, സബർ. വലഅസ് ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ല അല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബർ. എല്ലാം തീരാ നഷ്ടത്തിലാണ് മനുഷ്യന്മാർ. നരകത്തിൻ്റെ ആളുകളാണ് ഭൂരിഭാഗം ആളുകളും, ചില ആളുകൾ ഒഴികെ. ഇൽമു നേടി, അമല് ചെയ്ത്, ദഅവത്ത് നടത്തി, അതിൻ്റെ പേരിൽ ക്ഷമിച്ചവർ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം നരകത്തിലേക്കാണ്. അള്ളാഹു കത്തിച്ചൊരിക്കുന്ന നരകാഗ്നിയിൽ നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. സ്വർഗീയ പൂങ്കാവനത്തിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും.